നമസ്കാരം. വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ട് ഇയാൾ മതം പറയാൻ തുടങ്ങിയെന്ന് ആരും ചിന്തിക്കേണ്ട. ഇത് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നടന്ന ഒരു സംഭാഷണം മൂലം സംഭവിച്ച ഒരു വീഡിയോ ആണ്. അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വളരെയധികം ആദരണീയനായ ഒരു വ്യക്തിയാണ്. മരുന്ന് മാഫിയകളുടെ കപട ആരോഗ്യ ശാസ്ത്ര തന്ത്രങ്ങൾക്കൊക്കെ എതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെയോ സംഘപരിവാർ അജണ്ടകൾക്കും സംഘപരിവാറിൻ്റെ പ്രൊപ്പഗണ്ടകൾക്കും അതുപോലെ തന്നെ ഇല്യൂമിനാറ്റികൾ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾക്കുമൊക്കെ വിധേയപ്പെട്ടു പോയി. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. നല്ല ചിന്താശേഷിയുള്ള, മനനം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് എന്നോട് അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഹിന്ദു മതത്തെ പോലെ വിശാല മനസ്കതയുള്ള മറ്റൊരു മതമില്ല. എന്നാൽ ഈ ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം മുതലായവ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത, ഞങ്ങൾ മാത്രം ശരി എന്ന് പറയുന്ന മതങ്ങളാണ്. എന്നാൽ ഹിന്ദുമതം അങ്ങനെയല്ല. ഹിന്ദുമതം പിന്തുടരുന്നത് സനാതനധർമ്മമാണ്. സനാതനധർമ്മത്തിൻ്റെ മുകളിൽ മറ്റൊരു ധർമ്മമില്ല എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നവരായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഹിന്ദുമതം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് എന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നാമത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമില്ല. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു മതമുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മതമുള്ളതായിട്ട് വളരെ ശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കും എന്നൊക്കെ സംഘപരിവാറോ BJP വരുമ്പോൾ ചില ആൾക്കാരൊക്കെ പേടിക്കും. ഇവർ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുമോ? സത്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാനൊരു ഹിന്ദുവായ ക്രിസ്ത്യാനിയാണ്. ഞാൻ ആദ്യം ഒരു ഹിന്ദുവാണ്, പിന്നീടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, അതെങ്ങനെ പറ്റും? ഒരു മനുഷ്യന് രണ്ട് മതം? ഒരാൾക്ക് എങ്ങനെയാണ് ഹിന്ദു മതക്കാരനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതക്കാരനും ആകാൻ പറ്റുക? ഏതെങ്കിലും ഒന്നല്ലേ ആകാൻ പറ്റും? തീർച്ചയായിട്ടും ശരിയാണത്. പക്ഷേ അത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണെങ്കിലാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. ചിലർ പറയും ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരമാണെന്ന്. അതുമല്ല. എൻ്റെ മതം ക്രിസ്തു മതമാണ്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മതപരമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ് ഹിന്ദു ആകുന്നത്? ഹിന്ദു എന്ന് പറയുന്നത് എൻ്റെ മതമല്ല, അതെൻ്റെ പൗരത്വമാണ്. ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഐ ആം എ ഹിന്ദു. അതിന് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിൻ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഒരു ഡിസ്റ്റോർഷനാണ്. അതായത് തെറ്റായിട്ടുള്ള ഒരു ഉച്ചാരണം മൂലം ഉണ്ടായിപ്പോയൊരു വാക്കാണ്. വളരെ പണ്ട് നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശത്തും പടിഞ്ഞാറുമുള്ളവരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നത് സിന്ധു നദിയിലൂടെയാണ്. സിന്ധു നദീതടത്തിൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയായിരുന്നു പണ്ട് നമ്മുടെ രാജ്യത്തെ അവർ കണ്ടിരുന്നത്. അപ്പോൾ ഈ സിന്ധു നദി എന്ന് പറയുന്ന വാക്കാണ് ഇന്ത്യ എന്ന വാക്കിൻ്റെ പിന്നിലും ഹിന്ദു എന്ന വാക്കിൻ്റെ പിന്നിലും ഉള്ളത്. സിന്ധു എന്ന് പറയുന്ന ആ വാക്ക് അറബികളാണ് ഹിന്ദു എന്ന് ഉച്ചരിക്കാൻ തുടങ്ങിയത്. അറബികൾ സിന്ധു എന്നത് ഹിന്ദു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദു എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഒപ്പം അവിടെ ജീവിക്കുന്ന ആൾക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനികളാണ് എന്നുള്ള ഒരു പ്രയോഗം നിലവിൽ വന്നു. ഞാനീ പറയുന്നത് ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ റെക്കോർഡിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പോയി വെരിഫൈ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഹിന്ദു എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിൻ ഈ പറയുന്നത് പോലെ ഹിന്ദു എന്ന് പറയുന്ന വാക്കിൻ്റെ മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിനും സിന്ധു നദിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സിന്ധു നദി ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഇൻഡസ് എന്നാണ്. ഇൻഡസ് വാലി, സിന്ധു നദീതടം. അപ്പോൾ ഇൻഡസ് എന്ന വാക്കിൽ നിന്ന് ഇന്ത്യ, സിന്ധു എന്ന വാക്കിൽ നിന്ന് ഹിന്ദു ഉണ്ടായി. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ തന്നെയാണ് ഹിന്ദുവെങ്കിൽ, എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന സകല മതക്കാരും ഹിന്ദുക്കളാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലെന്ന് ഞാൻ കരുതുന്നു.
ഇനി നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ആ മതത്തിലേക്ക് വരികയാണ്. ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരെയുമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ഈ ഹിന്ദുമതം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം വരും. ഒപ്പം തന്നെ ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഹിന്ദുമതം പിന്തുടരുന്നത് സനാതനധർമ്മമാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുധർമ്മം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സന എന്ന് പറഞ്ഞാൽ നിത്യമായത് എന്നാണ്. തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരു അർത്ഥമാണ് സ്വഭാവം. അപ്പോൾ നിത്യമായ സ്വഭാവം എന്നല്ല, പക്ഷേ സനാതനധർമ്മത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം, സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ ധർമ്മം എന്നാണ്. നിത്യമായിട്ട് പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ധർമ്മം, അല്ലാതെ ഹിന്ദുധർമ്മം എന്നല്ല എൻ്റെ അർത്ഥം. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളം നിഘണ്ടുക്കൾ എടുത്തു വെച്ച് പഠിക്കാവുന്നതാണ്. അതായത് സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ധർമ്മം എന്നാണ് അർത്ഥം. പരമ്പരാഗതമായിട്ടുള്ള ധർമ്മം എന്താണ്? അത് ഏതുമാകാം. അതിന് പ്രത്യേകിച്ചൊരു ഡേറ്റോ കാലാവധിയോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന എന്നാണ് അതിനർത്ഥം. അത്രയേ ഉള്ളൂ. അല്ലാതെ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാണ് അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സനാതനധർമ്മം എന്ന പ്രയോഗം ഇസ്ലാം മതത്തിനോ ക്രിസ്ത്യൻ മതത്തിനോ കൊടുക്കാൻ പറ്റില്ല. കാരണം 2000 വർഷം മുമ്പാണ് ക്രിസ്ത്യൻ മതം ഉണ്ടാകുന്നത്, 1400 കൊല്ലം മുമ്പാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത്. എന്നാൽ ഈ രണ്ട് മതങ്ങളുടെയും വേരുകൾ അതിൻ്റെ പിന്നിലേക്കുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും അവർക്ക് ഇതേപോലെ അവകാശപ്പെടാൻ പറ്റില്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ചരിത്രാതീതമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ധർമ്മമെന്നാണ് എൻ്റെ അർത്ഥം. ഇത് അവകാശപ്പെടാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഈ ലോകത്ത് കണ്ടേക്കും. അത് നമുക്ക് തൽക്കാലം വിടാം. അപ്പോൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്ന വാക്ക് പരമ്പരാഗത ധർമ്മം എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. അതിനൊരിക്കലും ഹിന്ദു ധർമ്മം എന്നൊരു അർത്ഥമില്ല. അപ്പോൾ ഈ സനാതനധർമ്മം എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ധർമ്മമാണെന്ന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, ഒരു സംശയവുമില്ല. എല്ലാവരും ഉൾക്കൊള്ളുന്ന ധർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുന്നത്. അവരുടെ സിരകളിലുള്ളത് സനാതനധർമ്മത്തിൻ്റെ ചിന്തകളാണ്, സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമാണ്. പക്ഷേ നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ തത്വസംഹിതകളിലേക്ക് വരുമ്പോൾ ആ മതം എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല. ഹിന്ദു മതത്തെയാണ് ഞാൻ പറയുന്നത്, ഹിന്ദുക്കളെയല്ല. ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന വിശ്വാസികളെയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയോ അല്ല. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണ്. പക്ഷേ നമ്മളിപ്പോൾ ഹിന്ദുക്കൾ എന്ന് ആരെയാണ് വിളിക്കുന്നത്? അവരെല്ലാവരും സനാതനധർമ്മികളാണ്. പക്ഷേ ആ സനാതനധർമ്മം ഹിന്ദു മതത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എങ്ങനെ കാണാൻ പറ്റുന്നില്ല? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോകാം, താങ്കളോട് ആരും മതം ചോദിക്കില്ല. ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഏത് വ്യക്തിക്കും പോകാം, അയാളോട് ഒരിക്കലും ആരും നിങ്ങൾ ഏത് മതക്കാരനാണ് എന്ന് ചോദിക്കില്ല. ഞാനീ പറയുന്ന ക്രിസ്ത്യൻ ദേവാലയം എന്നത് ഒന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന 2 ക്രിസ്ത്യൻ സഭകളുണ്ട്. ഒന്ന് കത്തോലിക്ക സഭ, 2 ഓർത്തഡോക്സ് സഭ. ഈ സഭകളുടെ രീതി പിന്തുടരുന്ന ഏതൊരു സഭയും പരമ്പരാഗത സഭയാണ്. ഇതുകൂടാതെ നിരവധി ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങൾ പിന്നീട് നിലവിൽ വന്നിട്ടുണ്ട്. 100 കൊല്ലം മുമ്പും 50 കൊല്ലം മുമ്പും 200 കൊല്ലം മുമ്പും ഒക്കെ തുടങ്ങിയ സഭകളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ഈ 2 സഭകൾ, ഈ സഭകളാണ് പരമ്പരാഗത ക്രിസ്ത്യൻ സഭകൾ. ഈ സഭകളുടെ ഏത് പള്ളിയിലും ഏത് വ്യക്തിക്കും പോകാം. ഒരാളും അയാളോട് മതം ചോദിക്കില്ല. ഏത് വ്യക്തിക്കും പോയി പ്രാർത്ഥിക്കാം, ഏത് വ്യക്തിക്കും ആ പള്ളിക്കുള്ളിൽ കയറാം. അങ്ങനെ മറ്റൊരു മതക്കാരൻ വന്നിട്ട് ആ പള്ളിയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ആ പള്ളി അശുദ്ധമാകില്ല. ആ പള്ളിയിലിരിക്കുന്ന ദൈവവും ശക്തി കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ നമ്മൾ ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ മതക്കാരെയും അവർ കയറ്റുന്നുണ്ടോ? പല ക്ഷേത്രങ്ങളിലും ഹിന്ദുമതത്തിലുള്ള ചില ആൾക്കാർക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഗുരുവായൂരും യേശുദാസും എന്നുള്ള വിഷയം. യേശുദാസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള മഹാനായ ഗായകനാണ്. അദ്ദേഹം ഗുരുവായൂരപ്പനെക്കുറിച്ചും ശബരിമലയിലെ അയ്യപ്പനെക്കുറിച്ചും ഒക്കെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹമാണ് പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഗുരുവായൂർ കയറാൻ പറ്റില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതമെങ്കിൽ ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് യേശുദാസിനോട് കയറാൻ പറ്റിയില്ല? എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടി പോയപ്പോൾ
അവിടുത്തെ പൂജാരി എന്നെ കണ്ടിട്ട് വിലക്കി. നീ എന്തിനാണ് ഇതുവഴി വന്നത്? നീ ഒരിക്കലും ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് കയറാൻ പാടില്ല. നീ മറ്റേതെങ്കിലും വഴിയെ കൂടി പൊക്കോണം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സമീപനം എടുക്കുന്നത് ഹിന്ദു ധർമ്മമാണോ അല്ലെങ്കിൽ സനാതനധർമ്മമാണോ? ഒരിക്കലുമല്ല. ഹിന്ദു മതമാണ് ഈ സമീപനം എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഹിന്ദു മതത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹിന്ദുക്കൾ സനാതനധർമ്മം പിന്തുടരുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ മനസ്സ് വിശാലമാണ്. എന്നാൽ ഹിന്ദുമതം വിശാലമല്ല. ഇപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിൽ ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഒരു സമയത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല, പൂജാരി ബ്രാഹ്മണൻ വരുന്ന വഴിയിൽ അവർക്ക് നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രമാത്രം ജാതി വിവേചനം നിലനിന്നിരുന്നു. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതം എന്ന് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഹിന്ദുമതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ തെറ്റാണെന്നതിനെക്കുറിച്ചോ സനാതനധർമ്മം എന്താണെന്നതിനെക്കുറിച്ചോ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. നമ്മളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഹിന്ദു മതം എന്ന് നമ്മളിപ്പോൾ കാണുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തിൽ വ്യക്തമായിട്ടുള്ള ജാതീയ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതിയാണ്. മനുസ്മൃതിയാണ് അതിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ മനുസ്മൃതിയിൽ കൃത്യമായിട്ട് ജാതി നിർണയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആ മതത്തിന് പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിശാല ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ വന്ന് അതിന് മാറ്റമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിൽ തന്നെയുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക്, പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിട്ട് എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രമാണ്, ക്രിസ്തുമതം മാത്രമാണ്. ഇസ്ലാം മതക്കാരനോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ലോകത്തേത് ക്രിസ്ത്യൻ ദേവാലയത്തിലും ഏത് വ്യക്തിക്കും കയറാം, ഏത് മതക്കാരനും കയറാം, ഏത് വ്യക്തിക്കും കയറാം. ആര് കയറിയാലും, സ്ത്രീ കയറിയാലും പുരുഷൻ കയറിയാലും ശരി, പ്രായപൂർത്തിയായ സ്ത്രീ കയറിയാലും ശരി, കുട്ടി കയറിയാലും ശരി, വല്യമ്മ കയറിയാലും ശരി, വല്യപ്പൻ കയറിയാലും ശരി, വെള്ളമടിച്ചിട്ട് കയറിയാലും ശരി, ഒന്നും തന്നെ ആ ദേവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയോ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കുറയുകയോ ഒന്നും ചെയ്യില്ല. അവിടെ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു ശുദ്ധികലശ കർമ്മം നടത്തേണ്ട കാര്യമില്ല. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ശുദ്ധി കളയാൻ നമുക്ക് പറ്റില്ല. ദൈവത്തെ നമുക്ക് ദുർബലപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ അർത്ഥവുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തി തരുന്ന, ശുദ്ധി തരുന്ന ശക്തിയാണ്. എല്ലാം ഉണ്ടാക്കി നിയന്ത്രിക്കുന്ന ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ, ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദേവാലയത്തിൽ ഒരു വ്യക്തി ചെല്ലുമ്പോൾ അയാൾ അവിടെ ചെല്ലുന്നതിലൂടെ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അയാൾക്കവിടെ ചെല്ലുന്നതിലൂടെ തന്നെ ഒരു ശുദ്ധി ലഭിക്കുന്നു എന്നതാണ് ക്രിസ്ത്യൻ വിശ്വാസം. അല്ല നമ്മളവിടെ ചെന്നു, ഒരു അന്യജാതിക്കാരൻ വന്ന് കയറിയതുകൊണ്ട് ഇതാ പോയി, യേശുവിൻ്റെ ശക്തി പോയി, ഇനി യേശുവിന് വേണ്ടി ശക്തി കൊടുക്കണം, അതിന് പ്രത്യേകം കുർബാന നടത്തണം, അങ്ങനെ ഒന്നുമില്ല. അവിടെ ആര് എന്നാലും ശരി, ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവം അവനെ ശുദ്ധീകരിക്കും എന്നതാണ് ക്രിസ്ത്യൻ വിശ്വാസം. പിന്നെ ഒരു വ്യക്തിക്ക് ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ ആ മതം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അല്ലാതെ പറ്റില്ല. കാരണം അതൊരു സംഘടനയാണ്. അപ്പോൾ അതായത് ഇവിടെ വിശ്വാസത്തിൻ്റെ വിശാലത നിൽക്കുമ്പോൾ തന്നെ അതൊരു ഓർഗനൈസേഷനായിട്ട് നിലനിൽക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ പറയുന്ന ചില നിയമങ്ങളനുസരിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് അവിടുത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ പങ്കെടുക്കാനും അതിൻ്റെ ബെനിഫിറ്റുകൾ ലഭിക്കാനും പറ്റില്ല. അത് വെറും ലൗകിക കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ സ്പിരിച്വൽ ലെവലിൽ നോക്കുമ്പോൾ ഏത് വ്യക്തിക്കും ഏത് ക്രിസ്ത്യൻ ദേവാലയത്തിലും കയറാം, പ്രാർത്ഥിക്കാം, ആരും തടയില്ല, ഒരാളും അയാളോട് ചോദിക്കുകയുമില്ല. എന്നാൽ ആ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ? നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. എന്നാൽ സനാതനധർമ്മത്തിന് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് നമ്മൾ ഹിന്ദു മതത്തെയും ഹിന്ദുമത വിശ്വാസികളെയും സെപ്പറേറ്റായിട്ട് കാണണമെന്ന് പറയുന്നത്. ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ലോസ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ മറിച്ച് ഹിന്ദുമത വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ സിരകളിലുള്ളത് സനാതന പരമ്പരാഗതമായ ധർമ്മമാണ്. അവൻ്റെ മുത്തച്ഛന്മാരും അവരുടെ മുത്തച്ഛന്മാരും എല്ലാം പഠിച്ചിരുന്നതും പരിചയിച്ചിരുന്നതും മറ്റുള്ള സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ്.
എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ അതേ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സംഘപരിവാർ പോലെയുള്ള സംഘടനകൾ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മത്തിൽ നിന്നും യഥാർത്ഥ ഹിന്ദുക്കൾ വ്യതിചലിച്ചു പോവുകയാണ്. ഞാൻ ഹിന്ദുക്കളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരെയും കുറിച്ചാണ്, ഹിന്ദു മതക്കാരെക്കുറിച്ചല്ല ഇവിടെ. അതായത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഹിന്ദുക്കളാണ്. എന്നാൽ അങ്ങനെ ഒരേ രീതിയിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരെ എല്ലാം തന്നെ സനാതനധർമ്മത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നവരാണ്, ദൂരേക്ക് മാറ്റുന്നവരാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാവരും തന്നെ സനാതനധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കണം. നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങളൊരു സനാതനധർമ്മിയാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് മഹത്തായ ധർമ്മമാണ്. താങ്ക് യു.